വരുന്നുണ്ട് മുഴുവാൻ. ഹലോ അണ്ണാ, ഷമീറുണ്ടോ അവിടെ? പിന്നെ അവനെന്റെ പോക്കറ്റിൽ ഇരിക്കാണല്ലോ, നീ ചോദിക്കുമ്പോ അങ്ങ് എടുത്തു തരാനായിട്ട്. ഓ, രാവിലെ തന്നെ നല്ല വിത്താണല്ലോ, കള്ളുകൂടിയാ. ആന്നടാ, നീയാണല്ലോ എനിക്ക് രാവിലെ പോയിട്ട് ഊറ്റി ഊറ്റി തരുന്നത്. ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കും. ഓ, അവൻ രാവിലെ എനിക്കിട്ട് പണിയാൻ വന്നില്ല. എടി, നീ കേട്ടില്ല, അവൻ എന്നെ കള്ളുകൂടിയാന്ന്. ആഹാ, നീ ആരെ പറ്റിയാണ് കള്ളുകൂടിയാന്ന് പറഞ്ഞത്? എന്നെ എന്നാ കണ്ട നിനക്ക് കള്ളുകൂടിനായിട്ട് തോന്നുവോ? വാക്കുകൾ സൂക്ഷിച്ചു സംസാരിക്കണം. നീ ഒരു കള്ളനാണെന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കാം. ഈ വീട്ടിൽ ഒരു പൈസ വെച്ചാൽ കാണത്തില്ല, എല്ലാം എടുത്തോണ്ട് പോകും. പോട്ടെ, ഇങ്ങനെ ഒരു വായി നോക്കിയാണെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കാം. ഈ റോഡിൽ കൂടി പോകുന്ന ഒറ്റ പെണ്ണുങ്ങളെ വെറുതെ വിടുകയില്ല, അവരോടെല്ലാം ചിരിച്ച് വർത്താനം പറഞ്ഞോണ്ടിരിക്കും. എന്നും പറഞ്ഞോണ്ട് നീ ഇങ്ങനെ കള്ളുകൂടിയനാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരണോ? എടി എടി എടി, നീ എന്നെ ഈ പറയുന്നേ? അല്ലല്ലേ, അവൻ പറഞ്ഞു കേട്ടില്ലേ നിങ്ങളുടെ കള്ളുകൂടിയനാണെന്ന്? എടി, അതിന് അവൻ എന്നെ കള്ളുകൂടിയാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇല്ലെന്നേ, നിങ്ങളുടെ അഭിമാനത്തെ ചോദിക്കാൻ ഞാൻ ഒരുത്തനെ സമ്മതിക്കത്തില്ല. എന്റെ അഭിമാനമല്ലേ? കേറി പോടിയകത്ത്. ഓ, എന്റെ പൊന്നോ, ഞാൻ പോയേക്കാം.